ഡോക്ടർ ക്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ മാം, ഈ PCOD, PCOS എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്, പക്ഷെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അത് അറിയില്ല. സോ PCODക്ക് ചെയ്യുന്ന അതേ ട്രീറ്റ്മെന്റ് ആണോ PCOSന് ചെയ്യേണ്ടത്? മെഡിസിനിൽ ഡിഫറൻസ് വരുന്നുണ്ടോ, അതോ ഡയറ്റിലും അതേപോലെയാണോ? അല്ല, PCOD എന്ന് പറയുമ്പോൾ നമ്മുടെ ഓവറീസ് ഒരുപാട് എക്സ് പ്രൊഡ്യൂസ് ചെയ്യും, അത് എന്നിട്ട് റിലീസ് ചെയ്യും. അതാണ് PCOD. PCOS എന്ന് പറയുമ്പോൾ ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ്. അതിൽ മെയിൽ ഹോർമോൺസ് ആണ്, ആൻഡ്രോജൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് സിസ്റ്റായിട്ട് ഓവറിക്കകത്ത് ഇരിക്കും. PCOSന് മരുന്ന് വേണം. PCODക്ക് മരുന്നില്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. വെയിറ്റ് കുറയ്ക്കണം, ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി. ഓക്കെ. അപ്പം ഈ ഡയറ്റിലും അതേപോലെ ഫുഡിലും ഡിഫറൻസ് ഉണ്ടോ രണ്ടിനും ട്രീറ്റ് ഇല്ല ഇല്ല ഇല്ല. അതായത് ഇതിന് രണ്ടിനും കോമൺലി നമ്മൾ ചെയ്യേണ്ടത് ഷുഗേഴ്സ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക, ഓവർ പ്രോസസ് ഫുഡ് കുറയ്ക്കുക. അതേപോലെ നമുക്ക് ഈ മെഡിസിൻസ് മാത്രം പോരല്ലോ അല്ലെ, ഈ വർക്ക്ഔട്ട് ഡെഫിനറ്റ്ലി വേണം. വർക്ക്ഔട്ട് നമുക്ക് PCOSനെ കംപ്ലീറ്റ്ലി വർക്ക്ഔട്ട് കൊണ്ട് മാത്രം ക്യൂർ ചെയ്യാൻ പറ്റുമോ അതോ? ഇല്ല, അതൊരു മെറ്റബോളിക് ഡിസോർഡർ ആയതുകൊണ്ട് അതിന് മെഡിക്കേഷൻസ് ആവശ്യം വരും. പിന്നെ അഗെയിൻ ഡിപ്പെൻസ് ഡോക്ടർ എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ച്. ആസ് എ ന്യൂട്രീഷനിസ്റ്റ് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അതിന് ഒരു മരുന്നിന്റെ ആവശ്യം വരും. ബിക്കോസ് ഒരു മെറ്റബോളിക് പ്രശ്നമാണ്. PCODക്ക് അങ്ങനെ ഇല്ല. നമ്മുടെ വെയിറ്റും കുറച്ച് നമ്മുടെ ഭക്ഷണം എല്ലാം ക്രമീകരിച്ചാൽ ഒരുപാട് വ്യത്യാസം വരും. PCODക്കൊക്കെ ഇപ്പം മെഡിസിൻസ് എടുക്കുന്നവർ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതുകൊണ്ടാണ് ഹെയർ ഫോള് വരുന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് നമുക്ക് ടയർഡ്നെസ്, ഡിസിനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നത്. ഈ മെഡിക്കേഷൻസ് എടുക്കുന്നതുകൊണ്ടാണോ അതോ? മെഡിക്കേഷൻസ് എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ടയർഡ്നെസ് വരുമോ എന്നുള്ളത് അറിഞ്ഞൂടാ, പക്ഷെ ഹെയർ ഫോൾ വരേണ്ട കാര്യമില്ല. കാര്യം ഹെയർ ഫോൾ വരുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഒരു ജസ്റ്റ് പറയുകയാണ്, ഇൻ ജനറലി ഇപ്പോൾ എല്ലാവരും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണ്. വൈറ്റമിൻ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ഹെയർ ഫോൾ വരാം. അപ്പം അത് ചെക്ക് ചെയ്യാം. അല്ലാതെ നമ്മൾ എത്രയായാലും ഒരു ഡോക്ടറെ കണ്ട് നമ്മളെ ഇവാലുവേറ്റ് ചെയ്തിട്ടല്ലേ അവരൊരു മരുന്ന് തരിക. അതുകൊണ്ട് ഡിസിനെസ് വരേണ്ട കാര്യമില്ല. ഇപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയ ഒരാൾക്ക് മുടി പൊഴിച്ചിൽ മാത്രമല്ല, ഭയങ്കര മൂഡ് സ്വിങ്സ് ഉണ്ടാവും. രാത്രി ഉറക്കം ശരിയാവണമെന്നില്ല, ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാവണമെന്നുണ്ട്. അപ്പം അതിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമ്മൾ വെയിൽ കൊള്ളണം. വെയിൽ കൊള്ളണം എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ വിത്തൗട്ട് സൺ പ്രൊട്ടക്ഷൻ 1 മണിക്കൂർ കൊള്ളണം. അപ്പം ഇന്നത്തെ ചൂടിൽ അത് കൊണ്ടാൽ പിന്നെ അടുത്ത ദിവസം കൊള്ളാനുണ്ടാവില്ല. അപ്പോൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്യണം. വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്ത് അതൊരു വൈറ്റമിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണാണ് വൈറ്റമിൻ ഡി ആക്ച്വലി. അത് കറക്റ്റായിട്ടാണെങ്കിൽ നമ്മുടെ ഈ കുറേ കാര്യങ്ങൾ വിൽ ബി ടേക്കൺ കെയർ ഓഫ്. മുടി പൊഴിച്ചിൽ, സ്കിന്ന്, ജോയിൻറ്റ് പെയിൻസ്, പിന്നെ ഉറക്കമില്ലായ്മ, മൂഡ് സ്വിങ്സ്, അതൊക്കെ കുറേ വ്യത്യാസം വരും. ഫുഡ് ആയിട്ട് എങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടത്? ഇതിപ്പോൾ PCOD, PCOS ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ ഭക്ഷണം നമ്മൾ കുറച്ചുകൂടെ ഹോൾ ഫുഡ്സിലേക്ക് തിരിയണം. അതായത് ഓവർ പ്രോസസ്ഡ് വേണ്ട, നിറയെ പച്ചക്കറികൾ കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, നല്ല ഫാറ്റ് കഴിക്കുക, അതായത് നല്ല നട്ട്സ് കഴിക്കുക, പിന്നെ അരി കഴിക്കുക. അതിൽ എന്താ പറയുക, ഈ ഒരുപാട് പ്രോസസ്സ് ചെയ്ത് പോവുക, അതായത് ബർഗർ, പിസ്സ അതുപോലത്തെ ഫാസ്റ്റ് ഫുഡിലേക്ക് പോവാതെ ദോശ, ഇഡ്ഡലി, ചോറ് അങ്ങനെ കഴിച്ചു പോവുക. അങ്ങനെ കഴിച്ചാലും നല്ലതാണ്. അത് ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നാലും സൂപ്പർ ഫുഡ്സ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാത്തിനും അതിപ്പോൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ ചിലരുണ്ട്, അത് സൂപ്പർ ഫുഡിൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ബെറീസ്, അതൊരു സൂപ്പർ ഫുഡാണ്. സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പറയുകയാണെങ്കിൽ കുറച്ച് കാലറി, ഒരുപാട് മാക്രോ ന്യൂട്രിയൻസ് അതിനകത്തുണ്ട്. പക്ഷെ അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറേ ബെറീസ് ഒക്കെ കഴിക്കും, എന്നിട്ട് പിന്നെ രാത്രിയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ പോയിട്ട് ഒരു ബർഗറോ പിസ്സയോ അങ്ങനെ കഴിക്കും. അതിൽ കാര്യമില്ല. സൂപ്പർ ഫുഡ് നമ്മുടെ എല്ലാ ദിവസത്തെയും ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമായിരിക്കണം. അപ്പോൾ ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിച്ചേ പറ്റൂ. ത്രൂ ഔട്ട് ദ ഡേ ഹെൽത്തി ആയിട്ട് കഴിച്ചാൽ ഈ കഴിക്കുന്ന എല്ലാം സൂപ്പർ ഫുഡ്സ് ആണ്. അപ്പം ഞാനിപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ റീൽസ് ഇങ്ങനെ കാണുമ്പം എല്ലാം സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞൊരു ബഹളമുണ്ട്. സൂപ്പർ ഫുഡ്സിനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ബോഡിക്ക് ഭയങ്കര നല്ലതാണ്. നമ്മുടെ സെൽസിനെ ഫ്രീ റാഡിക്കൽസ്, അത് അസുഖങ്ങളിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നു, അതെല്ലാം ഉണ്ട്. പക്ഷെ അത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമായിരിക്കണം, ഇൻക്ലൂഡ് ചെയ്യണം. അല്ലാതെ ബാക്കി അൺഹെൽത്തി ആയിട്ട് കഴിച്ചിട്ട് ഒരു വർക്കൗട്ടും ഇല്ലാതെ ഉറക്കവും ശരിയാവാതെ ഞാനൊരു ബോൾ ബെറി കഴിച്ചു, ഞാൻ ഫൈൻ എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ കുറച്ച് എന്താ പറയുക ജനറേഷൻ കംപ്ലീറ്റ് എന്നല്ല, മെജോറിറ്റി ചെയ്യുന്ന ഒരു പ്രശ്നം. ഓക്കെ, താങ്ക് യു മാം. ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.